ഭരതൻ, പത്മരാജൻ എന്നിവരുടെ കളരിയിൽ നിന്നും അടവുകൾ സ്വായത്തമാക്കിക്കൊണ്ടായിരുന്നു പ്രശസ്ത രചയിതാവ് തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ പെരുന്തച്ചൻ എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി മാറിയത്. ബാല്യനാളിൽ അജയന്റെ മനസ്സ് കവർന്ന ഒന്ന് രണ്ട് കഥകൾ എം ഡിയോട് പറഞ്ഞു. രണ്ട് കഥയും എം ഡിക്ക് ഇഷ്ടമായി. അതിൽ പെരുന്തച്ചൻ തിരക്കഥ എഴുതാമെന്ന് സമ്മതവും കൊടുത്തു. 4 മാസം കൊണ്ടായിരുന്നു എം ഡി പെരുന്തച്ചന്റെ സ്ക്രിപ്റ്റ് പൂർത്തീകരിച്ചത്. എഴുത്തു കഴിഞ്ഞപ്പോൾ എം ഡി ഉറപ്പിച്ചു, പണിയായുധം കൊണ്ട് മരത്തിലും കല്ലിലും ലോഹത്തിലും മാസ്മരികത തീർക്കുന്ന തച്ചുശാസ്ത്രത്തിന്റെ പെരുന്തച്ചനാവാൻ തിലകൻ തന്നെ വേണം. തിലകൻ ആ സമയം ഹൃദയ ശസ്ത്രക്രിയ തീയതി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. തിലകനോട് 30 ദിവസത്തെ സമയമായിരുന്നു ചോദിച്ചത്. അത് കേട്ട് തിലകൻ ഞെട്ടി. 30 ദിവസമോ? ഇത് എന്തോന്ന് പടം? 30 ദിവസം കൊണ്ട് ഞാൻ 3-4 ചിത്രങ്ങൾ തീർക്കും. എന്നാൽ എം ഡിയുടെ രചനയിൽ കുറിച്ച ടൈറ്റിൽ കഥാപാത്രത്തിന്റെ കരുത്തും പ്രാധാന്യവും മനസ്സിലായപ്പോൾ ഓപ്പറേഷൻ മാറ്റിവെച്ച് തിലകൻ സമ്മതമൂളി. മറ്റൊരു പ്രധാന വേഷമായ ഉണ്ണിത്തമ്പുരാനെ അവതരിപ്പിക്കാൻ നെടുമുടി വേണുവിനെയായിരുന്നു ക്ഷണിച്ചത്. പക്ഷേ നെടുമുടി കരുതിയത് കേന്ദ്ര കഥാപാത്രമായ പെരുന്തച്ചനാവാനാണ് തന്നെ വിളിച്ചതെന്ന്. ഒടുവിൽ ലൊക്കേഷനിലെത്തിയപ്പോഴാണ് നെടുമുടി വേണുവിന് അബദ്ധം മനസ്സിലായത്. നീലകണ്ഠനായി ബോളിവുഡ് താരം നാനാ പടേക്കറെ നിശ്ചയിച്ചു. പക്ഷേ എം ഡിക്ക് താല്പര്യക്കുറവ്. ഒടുവിൽ ആവേശം പുതുമുഖമായ മനോജ് കെ ജയന് കൊടുത്തു. ത്യാഗരാജന്റെ മകൻ പ്രശാന്തിനെയായിരുന്നു പെരുന്തച്ചന്റെ മകന്റെ റോളിലേക്ക് തിരഞ്ഞെടുത്തത്. തോളറ്റം വരെ മുടി നീട്ടി വളർത്തി ഒറ്റമുണ്ടും കൗബീനവും തോർത്തും ബാണ്ടവും ഇങ്ങനെ ഒരു രൂപത്തിലായിരുന്നു ആദ്യം പെരുന്തച്ചനെ ഒരുക്കിയത്. പക്ഷേ അതിൽ തൃപ്തി പോരാഞ്ഞപ്പോൾ തിലകനെ തല മൊട്ടയടിച്ചു ചൈനീസ് കുടുംബം വെപ്പിച്ചു. കർണാടകയിലെ കുന്താപുരമായിരുന്നു ലൊക്കേഷൻ. 57 ദിവസം കൊണ്ടായിരുന്നു ചിത്രീകരണം പൂർത്തിയാക്കിയത്. 1991 പ്രദർശനത്തിന് വന്ന പെരുന്തച്ചൻ കലാപരമായി മികച്ചു നിന്നതോടൊപ്പം സാമ്പത്തികമായും വിജയം കൈവരിച്ചു. ആ വർഷത്തെ ദേശീയ പുരസ്കാരം പ്രഖ്യാപനം കേട്ട് ഇന്ത്യൻ സിനിമ ഒന്നാകെ മൂക്കത്ത് വിരൽ വെച്ചു. പെരുന്തച്ചന്റെ ഭാവോജ്വലതയെ തഴഞ്ഞുകൊണ്ട് തട്ടുപൊളിപ്പൻ ബോളിവുഡ് ചിത്രമായ അഗ്നിപഥ് എന്ന ചിത്രത്തിലൂടെ അമിതാഭ് ബച്ചനെയായിരുന്നു മികച്ച നടനായി തിരഞ്ഞെടുത്തത്. എന്നാൽ തിലകന് മികച്ച നടനുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ പെരുന്തച്ചൻ നേടിക്കൊടുത്തു.